ലോകഭൂപടത്തിൻ്റെ തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചിലി എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തിലുള്ള അറ്റക്കാമ എന്ന് പറയുന്ന ഒരു മരുഭൂമിയുണ്ട്. അവിടെ അറ്റക്കാമ മരുഭൂമിയെക്കുറിച്ച് നിർബന്ധമായും നമ്മൾ പഠിക്കേണ്ട ഒരു പ്രദേശമാണ്. ആ മരുഭൂമിയിലേക്കാണ് ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ചരിത്രം ആ പ്രദേശത്തെ രേഖപ്പെടുത്തി വെച്ചത് ദ ഡ്രൈയസ്റ്റ് ഡെസേർട്ട് ഓൺ എർത്ത് എന്നാണ്. എന്ന് വെച്ചാൽ ഭൂമിയിലെ ഏറ്റവും വരണ്ട മരുഭൂമി എന്നുള്ളതാണ് പഠനങ്ങൾ ആ പ്രദേശത്തിന് വിശേഷിപ്പിക്കപ്പെട്ട നാമം എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി പോലും ആ മരുഭൂമിയിലെ ചില പ്രദേശങ്ങളിൽ വെള്ളം ലഭിച്ചിട്ടില്ല. വല്ലപ്പോഴും 10-20 വർഷം കൂടുന്ന സമയത്ത് അവിടെ മഴ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ, പഠനം നടത്തുന്ന ആളുകൾ ആ മരുഭൂമിയെ വിശേഷിപ്പിച്ചത് ചൊവ്വയിലെ അന്തരീക്ഷത്തോട് സമാനമായിട്ടാണ് ആ പ്രദേശത്തെ അടയാളപ്പെടുത്തിയത്. ആ പ്രദേശങ്ങളിൽ എന്നെങ്കിലും ഒരിക്കൽ അവിടെ ഏതെങ്കിലും രൂപത്തിൽ ഒരു മഴ ലഭിച്ചാൽ മാത്രം ലഭിക്കുന്ന നനവുകൾ, അതിൻ്റെ അപ്പുറത്തേക്ക് പറയത്തക്ക രൂപത്തിലുള്ള ഒരു മഴയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു നനവോ പച്ചപ്പോ ഒന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ആൻഡീസ് മലനിരകളിൽ നിന്നും മഞ്ഞുരുകി വരുന്ന ചെറിയ 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 അരുവികൾ അവിടെയും ഇവിടെയും കാണാം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നനവുമില്ലാത്ത ഒരു പ്രദേശം. എന്നാൽ പതിറ്റാണ്ടുകൾ കൂടുന്ന സമയത്ത് അവിടെ വല്ലപ്പോഴും വെള്ളം വന്നാൽ മരിച്ചു കിടക്കുന്ന ആ മരുഭൂമി ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നും. വരണ്ടുണങ്ങിയ അവിടുത്തെ പല പ്രദേശങ്ങളും ചിരിച്ചുകൊണ്ട് പൂക്കളാൽ സമ്പന്നമായിരിക്കുന്ന കാഴ്ചകൾ അറ്റക്കാമ മരുഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്തിനാണ് ഈ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞത്? ആ മരുഭൂമി, മരിച്ചു കിടക്കുന്ന ആ മരുഭൂമിക്ക് ജീവൻ നൽകുന്നത് വെള്ളമാണ്. മഴ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രതിഭാസമാണ്. ഭൂമി ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെ ഇറക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. പരിശുദ്ധ ഖുർആൻ മഴയെ വിശേഷിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. വമിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിഅ, വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, വരണ്ട് കിടക്കുന്ന ഭൂമി, ആ ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഫഇദാ അൻസൽനാ അലൈഹൽ മാ, അങ്ങനെ വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ വർഷിപ്പിക്കുന്ന സമയത്ത് ഇഹ്തസ്സത് വറബത്, ആ ഭൂമി വികസിക്കുകയാണ്, ആ ഭൂമി ഒന്ന് ഇളകുകയാണ്. ഇന്നല്ലദി അഹ്യാഹാ ലമുഹ്യിൽ മൗത, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അയാളെ ജീവിപ്പിക്കുന്നത് എന്നതുപോലെ വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യമായ വെള്ളം ലഭിക്കുന്നതിലൂടെ ആ ഭൂമി നല്ല രൂപത്തിലേക്ക് വീണ്ടും ഫലപുഷ്ടിയുള്ളതായി മാറുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. അള്ളാഹു വിചാരിച്ചാൽ ഏത് വരണ്ട ഭൂമിയെയും നനപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ മഴ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പല രൂപത്തിലാണ് മഴയെ വിശേഷിപ്പിച്ചത്. സൂറത്തുൽ മുൽക്കിലൂടെ ചോദിക്കുന്നില്ലേ, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വെള്ളത്തെ, മഴയെ ഇനി നൽകുകയില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ വേറെ ആരാണ് നമുക്ക് വെള്ളം നൽകാനുള്ളത്? ആ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറയുടെ 28-ൽ വിശേഷിപ്പിക്കുന്നത് വഹുവല്ലദീ യുനസ്സിൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതുഹു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ മഴയെ വിശേഷിപ്പിക്കുന്നത് റഹ്മത്തായിട്ടാണ്. ഇനി സൂറത്തു നഹ്ലിന്റെ 65-ാമത്തെ വചനം നോക്കിയാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, മരണത്തിന് ശേഷം ജീവിപ്പിക്കുന്നതായ മഴ എന്നുള്ളതാണ് അവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ മഴ ബറക്കത്താണ് എന്ന് സൂറത്തുൽ അറാഫിന്റെ 96-ാമത്തെ വചനത്തിൽ കാണാം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യമായ, അള്ളാഹുവിൻ്റെ നിഅമത്തായ മഴ എന്ന് പറയുന്നതിനെ അള്ളാഹു വളരെ പാവനമായിട്ടാണ് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്.
അത് തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. സൂറത്തുൻ നൂറിന്റെ 43-ാമത്തെ വചനത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ഭൂമിയിൽ നിന്ന് നീരാവിയായി ഉയർന്നു വന്ന് അതെല്ലാം നിശ്ചിതമായൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അവിടെ കൃത്യമായ രൂപത്തിൽ താപം നൽകിക്കൊണ്ടാണ് മഴ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ശാസ്ത്രീയമായിട്ട് ഒരു പിന്നാമ്പുറവുമില്ലാത്ത രൂപത്തിലല്ല. കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ആ മഴയെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ശാസ്ത്രം എത്രത്തോളം വളർന്നു, എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്ന് ശാസ്ത്രത്തിനും നന്നായിട്ടറിയാം. പക്ഷേ കൃത്രിമമായി മഴ പെയ്യിക്കാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രദേശത്ത് വല്ലപ്പോഴുമൊക്കെ മഴ പെയ്തേക്കാം, എന്നാൽ അതിന് തന്നെ ആയുസ് വളരെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് പോലെ യഥേഷ്ടം വെള്ളം കിട്ടുന്ന രൂപത്തിലുള്ള മഴ പെയ്യിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുന്നത്? അതുകൊണ്ട് മഴയെ ഒരിക്കലും നമ്മൾ ശപിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്താണ് മഴ. ആ മഴയെ നമ്മൾ വളരെ നല്ല രൂപത്തിലാണ് മഴയെയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ മഴക്കാലത്ത് നമ്മൾ ഏതെങ്കിലും രൂപത്തിലൊക്കെ കൃഷികളിലേക്ക്, അനുയോജ്യമായ കൃഷികളിൽ ഏർപ്പെടാൻ പറ്റണം. മഴ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, എപ്പോഴും മഴ പെയ്യുന്ന സമയത്ത് മഴ ഗുണകരമാകാൻ വേണ്ടി ദുആ ചെയ്യണം. ആയിഷ ഉമ്മയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ മത്റ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴ വർഷിക്കുന്നത് കണ്ടാൽ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽഹു സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഈ മഴ ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴയാക്കി തരണേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നത് കണ്ടാൽ ഈ പ്രാർത്ഥന നമ്മളും നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മറ്റൊരിടത്ത് കാണാം, ഇടിയുടെ ശബ്ദം കേട്ടാൽ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബല ദാലിക. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക, നിന്റെ ദേഷ്യം കൊണ്ട്, നിന്റെ കോപം കൊണ്ട് നീ ഒരിക്കലും ഞങ്ങളെ കൊല്ലരുത് റബ്ബേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. വലാ തുഹ്ലിക്നാ ബിഅദാബിക, നിന്റെ ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കരുത് അല്ലാഹ്. വആഫിനാ ഖബല ദാലിക, അതിൻ്റെയൊക്കെ മുമ്പ് ഞങ്ങൾക്ക് സമാധാനം നൽകണം, ഞങ്ങൾക്ക് രക്ഷ നൽകണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സമയത്തും ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ മഴക്കാലത്തെ തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, മഴക്കാലത്തൊരിക്കലും മഴയെ ശപിക്കുക എന്നുള്ളതല്ല, മഴ ദുരിതമാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, 2 സമയത്തെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിൻതാനി ലാ തുറദ്ദാനി, 2 സമയത്തെ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടുകയില്ല. അദ്ദുആഉ ഇൻദൻ നിദാ വ വഖ്തുൽ മത്ർ, ഒന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് അതിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലെ തന്നെ മഴ വർഷിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ മഴക്കാലത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നല്ല നല്ല റംബുട്ടാനൊക്കെ പോലെ ഫലം തരുന്നതായ ചെറിയ ചെറിയ ചെടികളും മരങ്ങളും ഒക്കെ നമ്മുടെ വീടിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കണം. മഴവെള്ള സംഭരണികൾ നമ്മുടെ വീടിൻ്റെ കിണറിൻ്റെ പരിസരങ്ങളിൽ ഒരു 10 മീറ്റർ ആഴത്തിലൊക്കെ ചെറിയ ചെറിയ കുഴികളിട്ട് കഴിഞ്ഞാൽ 2, 3, 4 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കിണറിലെ വെള്ളം വറ്റുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതിങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ മഴക്കാലത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പ്രസിഡന്റിനോട് സൂചിപ്പിച്ചു, നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഒരുപാട് മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. അപ്പം മരങ്ങൾ മുറിച്ചത് കാരണം പള്ളിയിലേക്കുള്ള നമ്മുടെ പുതിയ നിർമ്മാണത്തിലേക്കുള്ള കാര്യങ്ങൾ വരും. അന്നേരം ഞാൻ പറഞ്ഞു, മുറിച്ചതിനേക്കാൾ ഒരു മരമെങ്കിലും കൂടുതൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല സ്ഥലങ്ങൾ നോക്കി ഒരു പുതിയ മരം എത്രയാണ് 5 or 6 മരമാണ് മുറിച്ചതെങ്കിൽ അതിനേക്കാൾ ഒരു മരം കൂട്ടി നടണം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടൊരു പ്രസിഡന്റ് ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെയാണ് മഴക്കാലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിലേക്ക് മഴ വരുമ്പോഴേക്ക് ആ മഴയെ ശപിക്കുന്ന രീതി നമുക്ക് ചേർന്നതല്ല, ആ മഴയെ കുറ്റം പറയുന്ന രീതിയും നമുക്ക് ചേർന്നതല്ല. ഇങ്ങനെ ഉപകാരപ്രദമായ മഴകൾ ലഭിക്കുന്നതിന് വേണ്ടി, മഴയിൽ നിന്ന് സംഭവിക്കുന്ന ദുരിതങ്ങൾ
ദുരന്തങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കാൻ വേണ്ടി നിരന്തരമായി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക. വമിൻ ആയാതിഹി, മഴ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അടയാളങ്ങളാണ്. എത്രയൊക്കെ ശാസ്ത്രം വളർന്നിട്ടും ഇതുപോലത്തെ ഒരു സംവിധാനത്തെ പടുത്തുയർത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പാവനമായിട്ടാണ് ഈ ലോകത്തിലേക്ക് ഓരോ ദൃഷ്ടാന്തങ്ങളെ അയച്ചിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സമയത്തും നമുക്ക് മറക്കാൻ കഴിയാത്ത ചില മുഖങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആസം എന്ന് പറയുന്ന സംസ്ഥാനത്ത് 9 ജില്ലകളിൽ നിന്ന് ഏകദേശം 7 ലക്ഷത്തോളം മനുഷ്യർ ഇപ്പൊ പ്രളയവുമായി മഴയുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. 66 ആളുകൾ, 66 മരണസംഖ്യ പിന്നിട്ടിരിക്കുന്നു. 66 ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. 100 കണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. 800-ലധികം ഗ്രാമങ്ങൾ പൂർണ്ണമായി വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട്. 20,000-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. ദിവസങ്ങളോളം ആഴ്ചകളോളം പരിശ്രമിച്ചിട്ട് ഇപ്പോഴും പുറത്തെടുക്കാൻ പറ്റാത്ത ശരീരങ്ങൾ ആസമിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏകദേശം നൂറ്റാണ്ടുകളായി ആസാം എന്ന് പറയുന്ന പ്രദേശത്ത് ശക്തമായ മഴ ലഭിച്ചാൽ അവിടെ വെള്ളപ്പൊക്കം വരിക എന്നുള്ളത് കാലങ്ങളായി നടക്കുന്ന പ്രോസസ്സാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രളയബാധിത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ആസം. നൂറ്റാണ്ടുകളായിട്ട് തന്നെ അവിടെ പ്രളയങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ 50ഓളം വരുന്ന പോഷക നദികളും ചേർന്ന് ആ വെള്ളം മുഴുവനും ആസമിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നു. അരുണാചൽ പ്രദേശിലും ഭൂട്ടാനിലും ടിബറ്റിലും മേഘാലയയിലും നാഗാലാൻഡിലും ഒക്കെ പെയ്യുന്ന ആ മഴവെല്ലാം, ആ വെള്ളമെല്ലാം വർഷിക്കുന്നത് നമ്മുടെ ഈ ആസാം എന്ന് പറയുന്ന പ്രദേശത്താണ്. നിരന്തരമായി ആ നദിയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ചെളിയും മറ്റ് മാലിന്യങ്ങളും വന്നുകൊണ്ട് ആ വെള്ളത്തിന് ഒഴുകാനുള്ള സ്ഥലം അവിടെ ഇല്ലാണ്ടായി. അങ്ങനെ വന്നപ്പോൾ ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് പരിസര പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അങ്ങനെ നൂറ്റാണ്ടുകളായി നല്ലൊരു മഴ പ്രതീക്ഷിച്ചാൽ അവർക്കറിയാം ഇത് ദുരിതത്തിലാകും, ഒരുപാട് ജീവനുകൾ പോകുമെന്നറിയാം. ഇങ്ങനെ നൂറ്റാണ്ടുകളായി അവിടെ പ്രളയവും മറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നൂറ്റാണ്ടുകളായിട്ട് ആ പ്രളയത്തിൽ നിന്ന് എങ്ങനെയാണ് ആ സമൂഹത്തെ രക്ഷിക്കേണ്ടത് എന്ന പഠനവും നടക്കുന്നുണ്ട്. പക്ഷെ ആ പഠനം വിജയിക്കുന്നില്ല എന്ന് മാത്രം. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വചനം നമുക്ക് ഓർമ്മ വരുന്നത്. ഖുലിഖൽ ഇൻസാനു ലഈഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ലഈഫായിട്ടാണ് പഠിച്ചത്, ദുർബലനായിട്ടാണ്. അങ്ങനെ ദുർബലനല്ലായിരുന്നെങ്കിൽ ഇതിനെല്ലാം തരണം ചെയ്യാൻ മനുഷ്യന് സാധ്യമായിരുന്നല്ലോ. മരണത്തെ തരണം ചെയ്യാൻ സാധ്യമായിട്ടില്ല, വാർദ്ധക്യത്തെ തരണം ചെയ്യാൻ സാധ്യമായിട്ടില്ല, പ്രളയങ്ങളെ തരണം ചെയ്യാൻ മനുഷ്യന് സാധ്യമായിട്ടില്ല. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിൽ ഭദ്രമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമായ കാഴ്ചയാണ്. അതുകൊണ്ട് മഴക്കാലത്ത് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു അല്ലാതെ, റബ്ബില്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് എന്നല്ല, ലോകത്തിന് തന്നെ സാധ്യമല്ല എന്നുള്ള വലിയൊരു പഠനം, എന്നുള്ള വലിയൊരു സത്യം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നലെ നമുക്ക് മറക്കാൻ കഴിയാത്ത ദിവസമാണ് ഇന്നലത്തെ ദിവസം. 2024 ജൂലൈ 30, കൃത്യമായി പറഞ്ഞാൽ 2 വർഷം മുമ്പാണ് വയനാട് ചൂരൽമല മുണ്ടക്കയിൽ വലിയ രൂപത്തിലുള്ള ദുരിതം നടന്നത്. എത്രയെത്ര മനുഷ്യരുടെ നിലവിളികളാണ്. ഒരു രാത്രിയിൽ എത്രയെത്ര കുടുംബങ്ങളാണ് അനാഥരായി പോയത്. ഒരു രാത്രിയിൽ എത്രയെത്ര മനുഷ്യരാണ് ജീവച്ഛവമായി കടന്നുപോയത്. 2024 ജൂലൈ 30 രാത്രിയിൽ 298 പേരുടെ ജീവനാണ് ആ പ്രളയം, ആ ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് എന്നതൊരു യാഥാർത്ഥ്യമല്ലേ പ്രിയപ്പെട്ടവരെ? കാണാതായവരിൽ 32 പേരെ പിന്നീട് മരിച്ചവരായി പ്രഖ്യാപിച്ചു. അവരുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലും തിരിച്ചു കിട്ടാനില്ല. 184 കുടുംബങ്ങളിലായിട്ട് 4636 പേരെ ആ ദുരന്തം നേരിട്ട് ബാധിച്ചു. അല്ലാതെ ബാധിച്ചവർ വേറെയുമുണ്ട്. 145 വീടുകൾ പരിപൂർണമായി തകർന്നു. 200ഓളം വരുന്ന വീടുകൾ ഭാഗികമായി തകർന്നു. 340ഓളം വരുന്ന ഹെക്ടർ കണക്കിന് ഭൂമി, കൃഷിയോഗ്യമായ ഭൂമി, അതെല്ലാം നശിച്ചുപോയി. ഇങ്ങനെ നോക്കുമ്പോൾ 10,000-കണക്കിന് 20,000-കണക്കിനൊക്കെ വരുന്ന പക്ഷികളും മൃഗങ്ങളുമെല്ലാം ആ ഒരു ഉരുൾപൊട്ടലിൽ നശിച്ചുപോയി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുസീബത്തുകളെ തൊട്ട് നമുക്കെല്ലാം കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇതെല്ലാം യജമാനൻ്റെ ഭൂമിയാണ്.
ആ യജമാനന്റെ ഭൂമിയിൽ എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് യജമാനനാണ്. അടിമകളായ നമുക്കതിൽ റൈറ്റ്സ് ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ എന്ത് നടത്തണം എന്ന് നമ്മളല്ലേ ചിന്തിക്കുന്നത്, നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ കഴിയുക? എന്നതുപോലെ ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ പ്രളയത്തിൽപ്പെട്ട ആ ചൂരൽമലയിലും മുണ്ടക്കയിലും പെട്ട മനുഷ്യർ ഇന്ന് ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യരിൽ ഒരുപാട് ആളുകൾ ഇന്നും ചിരിക്കുന്നുണ്ട്. 3 സഹോദരന്മാർ വിട പറഞ്ഞു പോയപ്പോൾ അവരുടെ കബറിടത്തിൽ കൊണ്ടുപോയി കളിപ്പാട്ടങ്ങൾ വെച്ച ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അവരെല്ലാവരും നിന്ന് സ്വർഗീയ ലോകത്തിരുന്ന് ചിരിക്കുന്നുണ്ടാകും. കാരണം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചല്ലോ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ക്ഷമയോടുകൂടെ സ്വീകരിക്കുന്നവർക്ക് അള്ളാഹു തആല സ്വർഗം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കുരുന്നുകൾ ഇന്ന് ചിരിക്കുന്നുണ്ട്, ആ കുരുന്നുകൾ ഇന്ന് കളിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ അതിഥികളായി സുവർഗത്തിൽ അവരിങ്ങനെ പാറി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു തആല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം മുസീബത്തുകൾ വരുന്ന സമയത്ത് വിശ്വാസികളുടെ നിലപാടെന്തായിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, ജീവനഷ്ടങ്ങളെ കൊണ്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജനങ്ങളെ അല്ലാഹു തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത് വബശ്ശിരിസ് സ്വാബിരീൻ, ആരാണോ ക്ഷമയോടുകൂടി ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണല്ലോ എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുന്നതെങ്കിൽ അവനാണ് വിജയിക്കുന്നവൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ, അങ്ങനെ അത്തരത്തിലുള്ള ഒരു മുസീബത്ത് വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ, ഖാലൂ, അങ്ങനെ ക്ഷമാശീലരായ വിശ്വാസികൾ പറയുമത്രേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും പരാതികളില്ല, ഈ കാര്യങ്ങളിലൊന്നും പരിഭവങ്ങളില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണല്ലോ, അവന്റെ നിശ്ചയങ്ങളാണല്ലോ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ, അങ്ങനെ ക്ഷമയോടുകൂടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വചനത്തിലൂടെ തവക്കുലായി പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്കാണ് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള എല്ലാ രൂപത്തിലുള്ള മഹത്വങ്ങളും അനുഗ്രഹങ്ങളും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മഴക്കാലത്തായിക്കോട്ടെ അല്ലാത്തപ്പോഴായിക്കോട്ടെ ദുരന്തങ്ങൾ വരുന്ന സമയത്ത്, പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ടായിരിക്കേണ്ട ചിന്ത എന്ന് പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ പോലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടുകൂടാ, അള്ളാഹുവിനെ പഴിചാരിക്കൂടാ, മഴയെ നമ്മൾ പഴിചാരിക്കൂടാ. നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നവൻ റബ്ബാണ്, നമുക്ക് സമൃദ്ധി നൽകുന്നവൻ റബ്ബാണ്. നമ്മുടെ സമൃദ്ധി നമ്മൾ ചോദിച്ചുകൊണ്ടല്ലോ അള്ളാഹു നമുക്ക് നൽകുന്നത്. അങ്ങനെ അള്ളാഹു തആല പരീക്ഷണങ്ങൾ നൽകിയാൽ, ഐശ്വര്യവും സമൃദ്ധിയും തരുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മുടെ ഈമാൻ പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതേപോലെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ക്ഷമിക്കാനും നമ്മുടെ ഈമാൻ പാകപ്പെടണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴയെല്ലാം നമുക്ക് ഉപകാരമുള്ള മഴയാക്കി തരുമാറാകട്ടെ. മഴക്കാല ദുരിതങ്ങളിൽ നിന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു തആല ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.